ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലം SSC-RRBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ SSC നടത്തുന്ന പരീക്ഷകളെ പറ്റി, CGL, CPO, CHSL തുടങ്ങിയ പരീക്ഷകളെ പറ്റി, ആ പരീക്ഷയുടെ സിലബസ്, കട്ട് ഓഫ് അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ സീരീസ് നമ്മുടെ ചാനലിൽ പോകുന്നുണ്ട്. അതിൽ കുറേ വീഡിയോകൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ SSC CHSLൻ്റെ, അതായത് 12ാം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CHSL പരീക്ഷ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷകൾ നൽകുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക, അവിടുത്തെ പ്രൊമോഷൻ്റെ ചാൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ വർക്ക് നേച്ചർ എന്തൊക്കെയായിരിക്കും, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമുക്ക് നമ്മുടെ 2025-26 SSCയുടെ കലണ്ടർ ഒന്ന് കാണാം. അതിൽ CHSL പരീക്ഷ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ 10+2 യോഗ്യത, 12ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ 27 മെയ്ക്കായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് വരിക. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ ഏകദേശം ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. അതായത് CGL പരീക്ഷ ജൂൺ ജൂലൈയിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ജൂലൈ ഓഗസ്റ്റിൽ CHSL ഉണ്ടാകും. അപ്പോൾ CHSL പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്, അത് നമുക്കറിയാം. CGL എഴുതുന്ന കുട്ടികളെല്ലാം CHSL എഴുതുന്നുണ്ട്. ഏകദേശം വളരെ സിമിലർ ആണ്. സിലബസിനെ പറ്റി, എക്സാം പാറ്റേണിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ മനസ്സിലാക്കുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. CGL പഠിക്കുന്ന അതേ കണ്ടന്റ് കൊണ്ട് എഴുതാൻ പറ്റിയൊരു പരീക്ഷയാണ്. അത്യാവശ്യം നല്ല പോസ്റ്റുകളാണ്. ചാൻസ് മിസ് ചെയ്യരുത് കേട്ടോ, ചാൻസ് മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പരീക്ഷയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ പോസ്റ്റിംഗ് എവിടെയൊക്കെ ആയിരിക്കും നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം പറയട്ടെ, ഇത് +2 യോഗ്യതയുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റിയ പരീക്ഷയാണ്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷ. ക്ലിയർ? നിങ്ങളുടെ പ്രായപരിധി 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കാം. ഇത് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അല്ല കേട്ടോ, കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ടാണ് വർഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ളത്. ഈ ഒരു കണ്ടന്റ് നോക്കണ്ട. 18നും 27നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്, ഇത് 12ാം ക്ലാസ്സിൽ 12ാം സ്റ്റാൻഡേർഡ് ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു. അതിൽ സ്ട്രീംസ് വലിയ പ്രശ്നമല്ല. 1-2 കേസിൽ മാത്രമേ സ്ട്രീം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്, ഓക്കെ, അത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിലാണെങ്കിൽ 12th പാസ് ഇൻ സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് എന്നൊരു സാധനമുണ്ട്. അല്ല, നിങ്ങളിനി നോക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ മറ്റുള്ള മിനിസ്ട്രീസിൽ, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ, നമുക്കറിയാം ഇത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നടക്കുന്ന പരീക്ഷയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ അല്ലെങ്കിൽ മിനിസ്ട്രീസിന് കീഴിൽ അല്ലെങ്കിൽ ട്രൈബ്യൂണലുകൾക്ക് കീഴിൽ ഈ പറയുന്ന പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 12ാം ക്ലാസ് മാത്രമാണ് എടുത്തു പറയുന്നത്. ഓക്കെ, 12ാം ക്ലാസ് മാത്രമാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തവരാരും ഉണ്ടാവില്ല, ഇത് കാണുന്നുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോബിൽ, എന്തൊക്കെ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. ഓക്കെ, അതാണല്ലോ നമ്മുടെ വിഷയം. ഒന്ന്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ക്ലറിക്കൽ ജോബാണ്. അതിന് നമുക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റ്, രണ്ടും ഏകദേശം സിമിലർ ജോബ് നേച്ചറാണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. മറ്റൊരു പോസ്റ്റാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. മറ്റൊന്നാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തന്നെയാണ്, അത് ഗ്രേഡ് എ. പേ ലെവലിലും മറ്റും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പേ ലെവലും നമുക്കിവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ക്ലറിക്കൽ ജോലി പേ ലെവൽ 2 ആണ്. ഓക്കെ, അവിടെ പോയി, പേ ലെവൽ 2 ആണ്. അതായത് ഏകദേശം 19,900 രൂപ മുതൽ 63,200 രൂപ വരെ നിങ്ങളുടെ പേ ലെവലിൽ പോകാം. നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനത്തിനും പേ ലെവലിനും പ്രൊമോഷനും മറ്റും അനുസരിച്ചിട്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പേ ലെവൽ 4 ആണ്, കുറച്ചുകൂടെ കൂടുതലാണ്. 25,500 മുതൽ 81,100. പേ ലെവൽ 5 വരുന്ന ജോലിയുണ്ട്. ഓക്കെ, 92,300 വരെ പോകാം. അതേപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ എന്ന് പറയുന്നത് ഈ സിമിലർ ആയിട്ടുള്ള സാധനമാണ്, പേ ലെവൽ 4 ആണ്. അപ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ചില വീഡിയോസിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുട്ടികൾ അയച്ചു തരുന്നുണ്ട്, ഈ പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുണ്ടോ? അപ്പോൾ അതൊരു കാര്യം, നിങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു SSC മേഖലയെ പറ്റി പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്കറിയാം. CHSL നടത്തിക്കൊണ്ടിരുന്നൊരു പരീക്ഷയായിരുന്നു ഇത്. ഇപ്പോൾ ഈ പരീക്ഷ SSC നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷയായിരുന്നു CHSLന് കീഴിൽ. ഇപ്പോൾ CHSLന് കീഴിലല്ല വരുന്നത്, അത് CGLന് കീഴിലാണ് വരുന്നത്. ഇപ്രാവശ്യത്തെ നിങ്ങൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ചില കുട്ടികൾ പോസ്റ്റൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റൽ വകുപ്പിലുള്ള ജോലിയെപ്പറ്റി കിട്ടിയത് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ കൂടുതൽ വേക്കൻസി വരുന്നൊരു പോസ്റ്റായിരുന്നത്, ഇതിപ്പോൾ CGLന് കീഴിലാണ് വരുന്നത്. ഒരു പേ ലെവൽ 4 ജോബായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ കേസിൽ നമുക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ, ഈ 3 പോസ്റ്റുകളിലേക്കാണ് നമുക്ക് CHSL വഴി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ
LDC അല്ലെങ്കിൽ JSA എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ക്ലർക്കാണല്ലോ. അപ്പോൾ ക്ലറിക്കൽ ജോബായിരിക്കും. ഫയൽസ് അറേഞ്ച് ചെയ്യുക, ഡോക്യുമെൻ്റ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ചില ഡോക്യുമെൻ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഡ്രാഫ്റ്റ് ചെയ്യുക, ഡേറ്റ എൻ്റർ ചെയ്യുക തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള ബിഗിനർ ലെവലിലുള്ള ക്ലറിക്കൽ ജോലിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ജോലി കിട്ടുന്നതോടുകൂടെ അത്യാവശ്യം സമയവും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ CGL പരീക്ഷ അതായിരിക്കും നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഡ്രീം ജോബ് എന്ന് പറയുന്നത്. CHSൽ കിട്ടുന്നുള്ള ഡ്രീം അവസാനിക്കുന്നില്ല. ഒരു ജോലി എന്നുള്ള പ്രഷർ നിങ്ങളുടെ തോളിൽ നിന്ന് മാറും. പിന്നെ നിങ്ങൾക്ക് CGL വൃത്തിക്ക് എഴുതാം. പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ് നമുക്കറിയാം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം അത് CGLന് കീഴിൽ വരുന്നതാണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റഡ്, ഡേറ്റ എൻട്രി തന്നെയാണ്. ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യുക, ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലറിക്കൽ ജോബ് ആയതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് എന്ന് പറയുന്ന സാധനത്തിന് പ്രാധാന്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, ഈ വീഡിയോ കാണുന്ന കുട്ടികളോടാണ്. ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടല്ലോ, നമ്മുടെ ഡേറ്റ എൻട്രി സ്കിൽ ടെസ്റ്റ് നമുക്ക് വരുന്നുണ്ടല്ലോ. ഈ ടൈപ്പിംഗ് സ്പീഡ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്ന, ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് നമ്മൾ എത്തിക്കുന്ന CGLനാണോ CHSLനാണോ? ചില കുട്ടികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ഡൗട്ടാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം ഇതാണ്. അതുകൊണ്ട് തന്നെ CHSLനാണോ CGLനാണോ ടൈപ്പിംഗ് ടെസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ എത്ര വേർഡ്സ്, ഇത്ര സമയത്തിൽ എത്ര വേർഡ്സ് എന്ന് അറിയാവുന്ന കുട്ടികളൊന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? SSC എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഗ്രൂപ്പ് എ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ UPSC വരും അല്ലെ, സിവിൽ സർവീസ് പരീക്ഷയാണ്. കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള മിനിസ്ട്രീസ്, പല മിനിസ്ട്രീസ് അല്ലെങ്കിൽ പല കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, നമ്മൾ ഇന്ത്യൻ പോളിറ്റിയിൽ പഠിക്കാറില്ലേ, NCSC, NCST, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലേക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിലേക്ക് അല്ലെങ്കിൽ ട്രൈബ്യൂണലിലേക്ക് അല്ലെങ്കിൽ മിനിസ്ട്രികളുടെ കീഴിലേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ LDC അല്ലെങ്കിൽ JSA പോസ്റ്റിലേക്ക് കയറാം. അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓരോ മിനിസ്ട്രീസിന് കീഴിലേക്ക് കയറാം. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് മാത്രമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയില്ലാത്ത കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇന്നതാണ് ഇതിൻ്റെ യോഗ്യത എന്ന്. പല കുട്ടികൾക്കും അത് അറിഞ്ഞുകൂടാന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, പരീക്ഷ അത്ര എളുപ്പമായിരിക്കില്ല. 12ാം ക്ലാസ് എന്ന് കരുതി നമ്മൾ പരീക്ഷയെ അങ്ങനെ ലഘൂകരിച്ച് കാണരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും CGL തലത്തിൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കുറച്ചൊരു ഡിഫിക്കൽട്ടി കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പരീക്ഷ ഭയങ്കര ഈസി ഒന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ LDC ആയിട്ട് നിങ്ങൾ ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ UDC അപ്പർ ഡിവിഷൻ ക്ലർക്ക്, അതിനുശേഷം ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നിങ്ങൾ സെക്ഷൻ ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു 5 വർഷം അല്ലെങ്കിൽ 8, ആദ്യത്തെ ഒരു പ്രൊമോഷൻ വരണമെങ്കിൽ അത് വേരി ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ കേസിലും ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം വെച്ച് വേരി ചെയ്യാം. എന്നാലും ഒരു 8 വർഷം 10 വർഷം ഗ്യാപ്പിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊമോഷൻ വരും. പിന്നീട് ആ ഗ്യാപ്പ് കുറയും. 5 വർഷമൊക്കെ ആയ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, 5 വർഷമായ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രൊമോഷന് ഇറ്റ് വിൽ ടേക്ക് ഒരു 7 to 8 years മിനിമം. അപ്പോൾ നിങ്ങൾ 1900 ഗ്രേഡ് പേയിൽ കയറി കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ 2400 ഗ്രേഡ് പേ ആവും. അങ്ങനെ പോയി നിങ്ങൾക്ക് 4800 ഗ്രേഡ് പേയിലേക്കുള്ള സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, പ്രൊമോഷന് സാധ്യതയുള്ള ഒരു ജോബാണ്. അപ്പോൾ 8 വർഷം എന്നൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾക്ക് 8 വർഷമോ തോന്നാം. ഇത് പ്രൈവറ്റ് ജോലിയല്ല. നമുക്ക് 6 മാസത്തിലോ 1 വർഷത്തിലോ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ഇല്ല. ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും വലിയ പോരായ്മ അതാണ്. ഇരുന്ന് തഴമ്പിച്ചതിന് ശേഷമാണൊരു പ്രൊമോഷൻ വരുന്നത്. പക്ഷേ പേ കമ്മീഷൻസ് ഇങ്ങനെ മാറി വരുമ്പോൾ ശമ്പളത്തിലൊരു കാര്യമായ റിഫ്ലക്ഷൻ ഉണ്ടാകും. ഇനി നിങ്ങൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടാണ് കയറുന്നതെങ്കിൽ 2400 ഗ്രേഡ് പേയിൽ നിങ്ങൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് കയറുന്നു. നിങ്ങൾ ഗ്രേഡ് ബിയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തുന്നത് ഗ്രേഡ് പേ വീണ്ടും കൂടും. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് സി അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് അക്കൗണ്ട് ഓഫീസർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എഫ് അല്ലെങ്കിൽ അക്കൗണ്ട് ഓഫീസർ. അങ്ങനെ 5400 ഗ്രേഡ് പേ ഉള്ളൊരു പോസ്റ്റിലായിരിക്കും നിങ്ങൾ എല്ലാം നല്ലപോലെ പോയി പരീക്ഷയൊക്കെ പാസ്സായി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കരിയർ എൻഡ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴാണ് വേറൊരു പരീക്ഷയും എഴുതിയില്ലെങ്കിലുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയെപ്പറ്റി പറയാനുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 12ാം ക്ലാസ് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം.
കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇത്രയും നല്ലൊരു ജോലി കൊടുക്കുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ CHSL പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നമ്മുടെ സൈലം SSCRRB CHSLന് വേണ്ടി മാത്രം ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൻ്റെ പേരാണ് CHSL ലെജൻഡ്സ് ബാച്ച്. അപ്പോൾ സൈലം SSCRRBയുടെ ഏറ്റവും പ്രത്യേകതകളൊന്നെങ്കിൽ നിങ്ങൾക്കറിയാം, അഫോർഡബിലിറ്റി തന്നെയാണ്. 2999 രൂപയാണ് ഈ കോഴ്സിന് ഫീസ് വരുന്നത്. 400 മണിക്കൂറിലധികം ക്ലാസ്സുകൾ വരുന്നുണ്ട്. 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയും ഡെയിലി ക്ലാസ് വരിക. അങ്ങനെ ആഴ്ചയിൽ ഒരു 5-6 ദിവസം ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരാ പഠിപ്പിക്കുന്നതെന്ന് പിന്നെ നിങ്ങളോട് പറയണ്ട, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെല്ലാവരും നിരന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ കുറച്ച് സംശയങ്ങളുണ്ടാകും. എന്താണ് ഇതിൻ്റെ സിലബസ്, എന്താണ് ഇതിൻ്റെ കട്ട് ഓഫ്, 2 ടയറിലാണോ പരീക്ഷ നടക്കുന്നത്, അതോ ഒരൊറ്റ ടയറിലാണോ, ഫിസിക്കൽ ഉണ്ടോ, എന്താണ് ഈ പരീക്ഷയുടെ ഫിസിക്കൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ, ഇനി ഫിസിക്കൽ ഇല്ലേ, ടയർ 2 കഴിഞ്ഞാൽ ടൈപ്പിംഗ് എങ്ങനെയാണ്, അങ്ങനെ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാകാം. ഓരോ ഏരിയയും എടുത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് വരും. ഒരൊറ്റ വീഡിയോയിൽ എല്ലാം പറയാതെ ഓരോ ഏരിയയും എടുത്ത് സിലബസിനെ എടുത്ത് കട്ട് ഓഫിനെ എടുത്തിട്ട് പരീക്ഷയുടെ ഫോമാറ്റ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോസ് വരുന്നുണ്ടാകും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. കറക്റ്റ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഡേറ്റ് വരുമ്പോൾ ഒരുപാട് വൈകാതെ അപ്ലൈ ചെയ്യുക. ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.